നിഗൂഢതകളുടെ 20-ാം മണിക്കൂറാണ്. ചില കഥകളുമായി ഞങ്ങൾ എത്തും. വെറും കഥകളല്ല, ലോകം ചർച്ച ചെയ്ത നിഗൂഢതകളുടെ പിന്നാമ്പുറ കഥകൾ. ഒരുപാട് കുറ്റകൃത്യങ്ങൾ അത് ലോകത്തുണ്ടായിട്ടുണ്ട്. ചിലത് മാനവരാശിയുടെ വിമോചനത്തിന്, മറ്റു ചിലത് വിനാശത്തിന്. ആ കഥകളിലേക്കാണ്, ആ ഇരുളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ഈ വെളിച്ചത്ത് നിന്ന് നമുക്ക് ആ ഇരുട്ടിലേക്ക് പോകാം. സ്വാഗതം 20th അവറിലേക്ക്. അവർ ആദ്യം പോകുന്നത് ഒരു തേൻകെണിയുടെ കാണാ കഥകളിലേക്കാണ്. മലപ്പുറം എടക്കരയിൽ രതീഷ് എന്ന യുവാവ് മരിക്കുന്നത് ഒരു തേൻകെണിയിൽപ്പെട്ടാണ്, ഹണി ട്രാപ്പിൽ. ആ ഹണി ട്രാപ്പിന്റെ വ്യാപ്തി എന്താണെന്ന് അന്വേഷിച്ചു പോയാൽ ആരും ഒന്ന് അമ്പരക്കും. അത്രമാത്രം വലുതാണ്, അത്രമാത്രം ആഴമേറിയതാണ് ആ തേൻകെണിയുടെ വ്യാപ്തി. സിന്ധു എന്ന ആ തേൻകെണി ഒരുക്കിയ സ്ത്രീ മാത്രമല്ല, അവൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. കൂട്ടായിട്ട് ഭർത്താവുണ്ട്, സഹായിയുണ്ട്, മറ്റൊരു സുഹൃത്തുണ്ട്. എന്താണ് ചെയ്തത്? ചതിച്ചത് സ്വന്തം സഹപാഠിയെയാണ്. സ്വന്തം സഹപാഠിയാണ് തേൻകെണിയിൽ കുരുക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ആ ഹണി ട്രാപ്പിൽപ്പെട്ട യുവാവ് ആത്മഹത്യ സംഭവത്തിൽ യുവതിയും ഭർത്താവും അടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അതിലെ കാണാപ്പുറങ്ങൾ എത്രമാത്രമാണ്? ഇന്ന് 20th അവർ തൊട്ടുമായി സംസാരിച്ചിരുന്നു. അയാൾ പറയുന്ന കഥകൾ ഞെട്ടിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ. പെട്ടുപോയത് അത് രതീഷ് മാത്രമായിരിക്കാം. പക്ഷേ ആ സഹോദരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ രതീഷിനുമപ്പുറം എത്രയോ യുവാക്കൾ ഈ കെണിയിൽ പെട്ടിട്ടുണ്ട്. എത്രയോ പേരെ വഞ്ചിച്ചിട്ടുണ്ട് ഈ സംഘം. അതിന്റെ കൂടുതൽ ആഴങ്ങൾ തേടുകയാണ് പോലീസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ സംഘം അവർ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇവരുടെ പണി എന്താണ്? ഈ സിന്ധു എന്ന യുവതിയും ഭർത്താവും ഒരു ചവിട്ടി കമ്പനി നടത്തുന്ന ആളുകളാണ്. പക്ഷേ അതവർക്കൊരു സൈഡ് ബിസിനസ് മാത്രമാണെന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെടുന്നു. കാരണം അത്രമാത്രം വലിയ ചതിയുടെ കെണി ഒരുക്കിയാണ് അവർ സ്വന്തം സഹപാഠിയെ വിളിച്ചു വരുത്തിയത്. ഈ രതീഷ് ഡൽഹിയിൽ വ്യവസായിയാണ്, സ്ഥിര താമസക്കാരനാണ്. സഹോദരന്റെ കുടുംബത്തിലെ ഗൃഹപ്രവേശം കൂടാൻ വേണ്ടിയിട്ടാണ് രതീഷ് നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? കടം വാങ്ങിയിരുന്നു ഈ സിന്ധു. ആ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞാണ് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രതീഷിനെ സിന്ധുവും ഭർത്താവും 2 കൂട്ടാളികളും ചേർന്ന് തല്ലിച്ചതച്ചു, മർദ്ദിച്ചു. മർദ്ദിച്ചു എന്നതിനപ്പുറത്തേക്ക് രതീഷ് നേരിട്ട കൊടും ക്രൂരത അത് പറഞ്ഞറിയിക്കുക പ്രയാസകരമാണ്. മാല വലിച്ചു പൊട്ടിച്ചു സിന്ധുവും ഭർത്താവും ചേർന്ന്. എന്നിട്ട് നഗ്നനാക്കി ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഈ വീഡിയോ സ്കൂളിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പ്രചരിപ്പിക്കും എന്ന് മുന്നറിയിപ്പ് നൽകി. പക്ഷെ അപ്പോഴും പിന്മാറാൻ തയ്യാറായിരുന്നില്ല രതീഷ്. രതീഷ് എന്ത് ചെയ്തു? എടക്കര പോലീസ് സ്റ്റേഷനെ സമീപിക്കുമെന്ന് അറിയിച്ചു. പക്ഷേ അവിടെ അവർ ഭയപ്പെട്ടു. ആ ഭയപ്പാടിലാണ് കൂടുതൽ ഭീഷണികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പള്ളിക്കുത്തുള്ള വീട്ടിൽ രതീഷ് ജൂൺ 11 രാവിലെ 11:30 കൂടിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ കാണുന്ന സിന്ധു ഒപ്പം ഈ കൂട്ടാളികളെല്ലാം അതിന് പ്രേരകമായി എന്ന് മാത്രം. എടക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. രതീഷിന്റെയും ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, ഇവരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തി നടത്തിയ അന്വേഷണമാണ് ഇത്തരം ഒരു ഹണി ട്രാപ്പാണ് സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദേഹമാണ് രതീഷ്. രതീഷിനെ കുടുക്കുകയായിരുന്നു. രതീഷ് അതിൽ വല്ലാതെ മനം നൊന്ത് ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമാണ് വഴിക്കടവ് CI ധനഞ്ജയ ദാസിന് ഈ അന്വേഷണം കൈമാറുന്നത്. ആദ്യം എടക്കര CIയുടെ പരിധിയിലായിരുന്നു അന്വേഷണം. പക്ഷേ എടക്കര CI ഇത് അല്പം വൈകിപ്പിച്ചു. ഇതേ തുടർന്നാണ് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം വഴിക്കടവ് CI ധനഞ്ജയ ദാസിന് അന്വേഷണം കൈമാറുന്നത്. അങ്ങനെ പ്രതികളിലേക്ക് എത്തി. പക്ഷേ ഇപ്പോഴും
സാബു എന്ന ആളെ ഇനിയും കണ്ടെത്താനുണ്ട്. സാബു എവിടെ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയും ചെയ്യുന്നു. SIമാരായിട്ടുള്ള അസൈനാറും സതീഷും നിർണായക തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഇനി രതീഷും ബന്ധുക്കളും സഹപാഠികളായിരുന്നു, ഈ സിന്ധു ഉൾപ്പെടെയുള്ളവർ സഹപാഠികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഘടകം. അവർ ഒരുമിച്ച് പഠിച്ചവരാണ്, കൂട്ടുകാരനെയാണ്, ഒരു ബെഞ്ചിൽ ഇരുന്നവനെയാണ് ചതിച്ച് വശത്താക്കി കീഴ്പ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിട്ടത്. സിന്ധു പലപ്പോഴായി പല ആവശ്യങ്ങൾക്കായി ഈ കാണുന്ന രതീഷിൽ നിന്ന് പണം കൈപ്പറ്റിയിരുന്നു. രതീഷ് പണം തിരികെ ചോദിച്ചു തുടങ്ങിയതോടുകൂടി പ്രശ്നങ്ങൾക്കും തുടക്കമാവുകയാണ്. പണം തിരികെ കൊടുക്കാതിരിക്കാനും രതീഷിൽ നിന്ന് കൂടുതൽ പണം തട്ടിയെടുക്കാനും വേണ്ടി സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. സഹായത്തിനായി മഹേഷിനെയും പ്രവീണിനെയും കൂട്ടി, ഒപ്പം ഡ്രൈവർ സാബുവിനെയും. രതീഷിന്റെ സഹോദരൻ രാജേഷുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. രതീഷിന്റെ സഹോദരൻ രാജേഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് അമ്പരപ്പിക്കുന്നതാണ്. രാജേഷ് തന്നെ അതിന്റെ കാര്യങ്ങൾ വിശദമായി 20th അവറിൽ വ്യക്തമാക്കും. രാജേഷ് പറയുന്നത് കേൾക്കാം. എന്തൊക്കെയാണ് രതീഷിൽ നിന്ന് രാജേഷിന് അറിയാൻ കഴിഞ്ഞത്, ആ കുടുംബം നേരിട്ട പ്രശ്നം, എങ്ങനെയാണ് ഈ ഹണി ട്രാപ്പ്, എങ്ങനെയാണ് ഈ തേൻ കെണിയിൽ ഇത്രമാത്രം വലിയ കുരുക്കുണ്ടായത് എന്നൊക്കെ രതീഷിന്റെ സഹോദരൻ രാജേഷ്. ആദ്യം ഇവര് രതീഷിന്റെ കൂടെ പഠിച്ച ആളാണ് ഈ സിന്ധു എന്ന് പറയുന്ന വ്യക്തി. രതീഷിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൈസയൊക്കെ മേടിക്കാറുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് മേടിക്കാറുണ്ട്. അങ്ങനെ ഈ രതീഷ് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് രതീഷിനോട് പറഞ്ഞു, ഇതേപോലെ ഞാൻ ഒരു 1 lakh rupees രതീഷിനെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പൈസ ഇരിപ്പുണ്ട്, ഒരു 30,000 രൂപ ഇരിപ്പുണ്ട്, അത് തരാം എന്ന് പറഞ്ഞ് രതീഷിനെ വിളിച്ചു വരുത്തി വീട്ടിൽ വരുത്തി കഴിഞ്ഞിട്ട് രതീഷ് ചെന്ന് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ സാബു എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ഈ സിന്ധുവിന്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ ഈ മഹേഷും പ്രവീണും കൂടെ കയറി വന്ന ഉടനെ തന്നെ ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ അനിയനെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് കുറെ അടിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ഡ്രസ്സെല്ലാം ഊരിയിട്ട് അവർ വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ഈ സാബു ആണ് ഇതിന്റെ മൊത്തം ഇടനിലക്കാരൻ. സാബു ഈ പിന്നെ സിന്ധുവിന്റെ ഒരു ഡ്രൈവറാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഈ സാബുവാണ്. സാബുവിനെ ഇപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടില്ല, സാബുവിനെ കിട്ടിയിട്ടില്ല, അവൻ ഒളിവിലാണ്. ബാക്കി 4 പേരെയാണ് ഇപ്പൊ നമുക്ക് ഇവർക്ക് പോലീസുകാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവര് അത് കഴിഞ്ഞ് കുറച്ച് അടിച്ചു കഴിഞ്ഞ് സാബു പറഞ്ഞു, ഇതേപോലെ 2 ലക്ഷം രൂപ തരികയാണെങ്കിൽ നിന്റെ ഈ വീഡിയോസ് ആദ്യം ഇവരെടുത്തു, വീഡിയോസ് ഒന്നും ഞങ്ങൾ പുറത്തു വിടത്തില്ല. അത് കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലായി ഇവൻ അനിയൻ പോലീസിനെ വിളിക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പിന്നെ ഒരു ക്ഷമ പറയുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇവന്റെ മാലയെല്ലാം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വിട്ടു. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ 1 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇതേപോലെ അനിയൻ പറഞ്ഞു, ഇല്ല തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇതേപോലെ തരാനുള്ള പരിപാടി ഇല്ല, ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ മാനസികമായിട്ട് ആകപ്പാടെ ഇവര് തളർത്തി കഴിഞ്ഞ് ഇവരുടെ സ്കൂൾ ഗ്രൂപ്പിലുള്ള 3 പിള്ളേർക്ക് ഇവരത് അയച്ചു കൊടുത്തു. അങ്ങനെ ആ പിള്ളേർ ഇവനെ വിളിച്ച് ചോദിച്ചു. ആ ചോദിച്ച പിള്ളേരൊക്കെ അതിന്റെയൊക്കെ റെക്കോർഡ് ഉണ്ട്, ഞങ്ങൾ അതെല്ലാം സാറിന്. അങ്ങനെയാണ് സംഭവം. അവന് മാനസികമായിട്ട് ഈ മരിക്കുന്നതിന്റെ തലേന്ന് ഇവരുടെ ഫ്രണ്ട്സിനും സ്കൂൾ ഗ്രൂപ്പിൽ ഇടുമെന്ന് പറഞ്ഞപ്പം അവൻ മാനസികമായ ടെൻഷനായിട്ടാണ് ഇത് ചെയ്തിരുന്നത്. എത്രമാത്രം വലിയ ക്രൂരതയാണെന്നോ സിന്ധുവും കൂട്ടാളികളും ചെയ്തത്. സിന്ധുവും ഭർത്താവും ഇത്രമാത്രം നഗ്നത പകർത്തിയെടുക്കുന്നു വീഡിയോയിൽ, മൊബൈൽ ഫോണിൽ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. നേരത്തെ കടം വാങ്ങിയവരാണ്, ആ പണം തിരികെ ചോദിച്ചതാണ് ഈ വൈരാഗ്യം. അപ്പോൾ വീണ്ടും പണം ആവശ്യപ്പെടുകയാണ്. എന്താ? ഫോണിലെ ഈ വീഡിയോ കാണിച്ച്. അപ്പോൾ എതിർക്കുകയാണ് അവിടെ രതീഷ്. തുടർന്നുണ്ടായത് എന്താണ്? രതീഷിന്റെ ഭാര്യയ്ക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, സഹപാഠികൾക്കിടയിലേക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുന്നു. ഓർക്കണം, ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് സിന്ധുവും ഈ രതീഷും. പക്ഷെ എന്നിട്ടും സഹപാഠികൾക്ക് ആ വീഡിയോ അയക്കുന്നതിൽ ഒരു ലജ്ജയും ഒരു കുറ്റബോധവും തോന്നിയില്ല സിന്ധു എന്ന് പറയുന്ന ആ സ്ത്രീക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രാജേഷ് പറഞ്ഞ കാര്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജേഷ് പറയുന്നതിൽ അത് പ്രേക്ഷകർക്ക് കേൾക്കാം. രതീഷിന്റെ ഉണ്ടായതുപോലെ, രതീഷിന് സംഭവിച്ചതുപോലെ തന്നെ
അവിടെ മുൻപ് 3 പേർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം രാജേഷ് പങ്കുവെക്കുന്നു 24 അവറിൽ. രാജേഷിന്റെ വാക്കുകളിലേക്ക്. ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 3 വ്യക്തികൾ, ഒന്നൊരു പൂജാരിയായിരുന്നു. പൂജാരി ഇതേപോലെ അനിയനെ പോലെ തന്നെ സൂസൈഡ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ വൈഫ് ഞങ്ങൾ സംസാരിച്ചു. വൈഫ് അതിനകത്ത് ഇടപെട്ട്, ആ വൈഫിന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് പൂജാരി ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ വീടിന്റെ അടുത്തുള്ളൊരു വ്യക്തിനെ ഇതേപോലെ ഇവര് പെടുത്തി. അവര് പോലീസിന് എല്ലാ മൊഴിയും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞങ്ങളെ ഇതേപോലെ പെടുത്തിയിട്ടുണ്ടെന്ന്. ഇതേപോലെ സാറേ ഒരു തമിഴനെ ഇവർ പെടുത്തിയിട്ടുണ്ട്. ഒന്നല്ല സാറേ, കുറഞ്ഞത് ഇവരൊരു 10-15 പേരെ പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞത് ഞങ്ങൾ അതല്ലാതെ തന്നെ 2-3 പേരൊക്കെ അറിയാം. ഇവരൊരു ഗ്യാങ് ആണ് സാറേ ഇത്. ഇവരെന്താ വെച്ചാൽ ആദ്യം ഇവര് കടം മേടിക്കും. കടം മേടിച്ച് കഴിഞ്ഞിട്ട് ഇവര് ചോദിക്കാൻ, നമ്മൾ പൈസ ചോദിച്ചു കഴിയുമ്പോൾ ഇവര് നമ്മളെ ട്രാപ്പിൽ പെടുത്തുകയാണ്. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. സ്ഥിരം പരിപാടിയാണ് ഇവർക്ക്. ഇതാ ഒരു കാര്യം ഓർക്കണം, ഈ മരിച്ച രതീഷ്, ജീവനൊടുക്കിയ രതീഷ് അന്ന് ഭീഷണിക്ക് മുന്നിൽ ആദ്യം വഴങ്ങിയതല്ല. പോലീസിനെ വിളിക്കുന്നു, പോലീസിനെ വിളിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ഇവരൊന്ന് ഭയപ്പെട്ടു. ഈ തട്ടിപ്പ് സംഘാംഗങ്ങൾ, ഹണി ട്രാപ്പുകാർ, അവിടെ അവർ ഭയക്കാൻ തുടങ്ങി. അപ്പോൾ അവരെടുത്ത അടുത്ത ചുവടാണത്. എന്ത്? സ്വന്തം കൂട്ടുകാർക്ക്, സഹപാഠികൾക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുക എന്നുള്ളത്. അവിടെയാണ് തകർന്നു പോയത് രതീഷ് ഇക്കാര്യങ്ങൾ വീട്ടിൽ അറിയിച്ചുവെങ്കിൽ പോലും രതീഷ് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. സ്വന്തം സഹപാഠികൾ അവർ ചോദിക്കുന്നു, അവരുടെ ഫോൺ കോളുകൾ. അങ്ങനെ മനം നൊന്തായിരുന്നു ആത്മഹത്യ എന്ന് രതീഷിന്റെ സഹോദരൻ രാജേഷ് പറയുന്നുണ്ട്. അതും ഏറെ വേദനിപ്പിക്കും. രാജേഷ് അക്കാര്യം വിശദീകരിക്കും. സാറേ, നമ്മളോട് ഇവര് സംസാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ഇവര് ഫാമിലിയായിട്ട് സംസാരിച്ച് ഞങ്ങളത് ഒരു കുഴപ്പമില്ല, നമുക്ക് വിഷയാക്കണ്ട. പക്ഷെ ഞങ്ങളത് കേസ് കൊടുക്കാൻ തന്നെ പോകണമെന്ന് കരുതിയ. പക്ഷെ അന്നത് ഇവര് സ്കൂൾ ഗ്രൂപ്പിലും അതേപോലെ ഫ്രണ്ട്സിനും വിടും. അപ്പം ഇവര് പറഞ്ഞായിരുന്നു, നിങ്ങളിത് ആരോടും പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ അന്നേരം ഇത് ഫുൾ വീഡിയോസ് പുറത്തു വിടുമെന്ന് ഇവര് പറഞ്ഞായിരുന്നു. ഇവര് അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ, ഇവൻ അത്യാവശ്യം നല്ല സമൂഹത്തൊരു വിലയും അതേപോലെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരിതിനു മുമ്പ് പറഞ്ഞു, നിന്റെ കുറെ പൈസ ഉണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ട് 2-3 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നൂടാ എന്ന് എന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമല്ല കഥകൾ, ഒരുപാടുണ്ട് കഥകൾ. ഈ സിന്ധുവിന്റെ കെണിയിൽ പെട്ടവരിൽ കൂടുതലും യുവാക്കളാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. പലരും പരസ്യമായ രംഗത്തേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. പക്ഷേ അവരിൽ പലരും ആത്മഹത്യയുടെ വക്കുവരെ എത്തിയിരുന്നു. ആത്മഹത്യയുടെ വക്കിൽ നിന്നും എന്തുകൊണ്ടൊക്കെയോ എങ്ങനെയൊക്കെയോ അവർ രക്ഷപ്പെട്ടതാണ്. നിസ്സംശയം പറയാം, യുവാക്കളാണ് ഇതിൽ കൂടുതൽ പെട്ടുപോയിട്ടുള്ളത് എന്ന് അനുഭവത്തിൽ നിന്ന്, അന്വേഷണത്തിൽ നിന്ന് രാജേഷ് ഞങ്ങളോട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ഈ പള്ളിക്കുത്ത് തന്നെ കുറെ ചെറുക്കന്മാർക്ക് ഇതേപോലെ അനുഭവം പറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഒരേ സംഭവം തന്നെ 2-3 വട്ടം ചെറുപ്പക്കാർക്ക് പറ്റി. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തവരും ഉണ്ട് ഇതിനകത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ. ഇനിയും നമ്മുടെ നാട്ടില് ഇതേപോലെ ഒരു ചെറുപ്പക്കാർക്കും ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടും, അതേപോലെ നമ്മുടെ അനിയന് സംഭവിച്ചത് നമുക്കൊരു നീതി കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിന്റെ പുറകെ ഇത്രയും റിസ്ക് എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് സാറേ. ഇനിയും ഇവരെ പോലെ ആൾക്കാർ നമ്മുടെ നാട്ടില് ഇതേ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടെങ്കിൽ ഇനിയും വേറെ ആൾക്കാർക്കും ഇത് സംഭവിക്കും. ഇനിയും ഇത്തരത്തിൽ സംഭവിക്കരുത്. ഇത്തരം തേൻകെണികളിൽ വീണു പോകരുത്. ജാഗ്രത പാലിക്കണം. കെണിയിൽ വീണുപോയാൽ അത് ചിലപ്പോൾ തിരികെ വരാൻ കഴിയാത്ത വിധം വലിയ കുരുക്കായിരിക്കും. ഒരുപക്ഷെ രതീഷിന് സംഭവിച്ചതുപോലെ. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് 18 വയസ്സുകാരനായിട്ടുള്ള അലൻ എന്ന യുവാവിന് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത് ഈ സന്ധ്യാസമയത്താണ്. അലൻ 2 സംഘങ്ങളുമായി ഉണ്ടായ വാക്കുതർക്കത്തിന് നടുവിൽ പെടുകയായിരുന്നു.
എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരം അമ്പലത്തിന് സമീപം, തൈക്കാട് അമ്പലത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നത്. തൈക്കാട് അമ്പലത്തിന് സമീപം ചെങ്കൽച്ചൂള രാജാജി നഗർ സ്വദേശി അലനാണ് മരിക്കുന്നത്. മരണം അത് നെഞ്ചിൽ മുനയുള്ള ഒരായുധം തുളഞ്ഞു കയറിയാണ്. എന്താണ് ഈ ആയുധം ഉപയോഗിച്ചുള്ള ഈ തർക്കമുണ്ടാവാൻ കാരണം? അത് വേറൊന്നുമല്ല, തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ കാൽപന്ത് കളിയെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ്. ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാകുന്നു. ഇതേ തുടർന്ന് 2 സംഘങ്ങളായെത്തി ഏറ്റുമുട്ടുകയാണ് 2 വിദ്യാർത്ഥി സംഘങ്ങൾ. ഒന്ന് രാജാജി നഗർ കോളനിയിലെ വിദ്യാർത്ഥികൾ, മറ്റൊന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം ആ കോളനിയിലെ മറ്റുള്ളവരും, മറ്റൊന്ന് ജഗതി കോളനിയിലെ സംഘാംഗങ്ങൾ. അങ്ങനെ രാജാജി നഗർ കോളനിയിലെയും ജഗതി കോളനിയിലെയും സംഘാംഗങ്ങൾ മുഖാമുഖമെത്തി. അവിടെ രാജാജി നഗർ കോളനിയിലെ കുട്ടികൾക്കൊപ്പം ഈ കാണുന്ന അലനുമുണ്ടായിരുന്നു. അലന്റെ നെഞ്ചിലേക്ക് ജഗതി കോളനി സംഘാംഗത്തിൽപ്പെട്ട ഒരാൾ മൂർച്ചയുള്ള ഒരായുധം തുളച്ചു കയറ്റുകയായിരുന്നു, നേരെ ഹൃദയത്തിലേക്ക്. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും അലന് ജീവൻ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. പറയട്ടെ, അലന് ഒരമ്മ മാത്രമേ ഉള്ളൂ, ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി മരിച്ചു പോയതാണ്. ആ അമ്മയ്ക്ക് ഏകാശ്രയം ഈ 18 വയസ്സുകാരനായിരുന്നു. പക്ഷേ ആ 18 വയസ്സുകാരന്റെ ജീവനാണ് ഇന്നിവിടെ പൊലിഞ്ഞത്. എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അമ്മ. അമ്മ എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ്. നെഞ്ചിൽ ആയുധം തുളഞ്ഞു കയറി. 18 വയസ്സുകാരനായിട്ടുള്ള അലന് ദാരുണാന്ത്യം. സ്കൂളിലുണ്ടായ ഒരു തർക്കമാണ്, അത് ഫുട്ബോൾ കളിയിലുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിൽ എത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ 2 സംഘാംഗങ്ങളും ഇനിയെങ്കിലും ഈ ജീവന വിലയറിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടാതിരിക്കട്ടെ, ഇനിയും വാശി വെക്കരുത്. 24 പോകുന്നു ഒരിടവേളയിലേക്ക്. പിറവം കാരക്കോട് 5 സെന്റ് കോളനി അവിടെ താമസിക്കുന്ന നെല്ലിക്കുഴി വീട്ടിൽ ജോസഫ് മാത്യുവിനെയാണ് ആക്രമിച്ചത്. നഗരമധ്യത്തിൽ ഈ റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്നു ഇയാൾ. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്, വൈരാഗ്യത്തിലെത്തിച്ചത് എന്നാണ് കരുതുന്നത്. ശരീരമാസമകലം പൊള്ളലേറ്റു ഈ പറയുന്ന ജോസഫ് മാത്യുവിന്. അദ്ദേഹം ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിലാണ്. ആൻഡപ്പൻ എന്നയാളാണ് പ്രതി. ആൻഡപ്പൻ എന്നുള്ള അയാളാണ് കടവന്ത്ര സ്വദേശിയാണ്. തീ കൊളുത്തിയത് എന്നാണെങ്കിലും പണത്തെ ചൊല്ലിയുള്ള വൈരാഗ്യം അതാണ് തീ കൊളുത്തി കൊല്ലാൻ ഒരാളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. ഇന്ന് പുലർച്ചെ, അതായത് ഏകദേശം 1 മണിയോട് കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ റോഡിൽ മെട്രോ പില്ലറിന് താഴെയായിട്ട് ഇയാൾ കിടന്നുറങ്ങിയിരുന്നത്. ഇയാൾ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ കാണുന്ന ആൻഡപ്പൻ ഒരു അല്പം പെട്രോളുമായി എത്തി ഇയാളെ തീ കൊളുത്താൻ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ ആൻഡപ്പൻ പണം കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ചപ്പോൾ ആൻഡപ്പൻ പെട്രോൾ ഒഴിച്ചു തീ കൊളുത്തി. ജോസഫിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പണം അത് തിരികെ ചോദിച്ചതാണ് ഈ പ്രകോപനത്തിന് കാരണം എന്നുള്ളതാണ് രസകരം. നീ കത്തിയെരിഞ്ഞ് ചാകട എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആൻഡപ്പന്റെ ആക്രമണമെന്ന് FIR-ൽ പറയുന്നുണ്ട്. കേരളത്തിലെ എല്ലാ നഗരങ്ങളും വ്യത്യസ്തമാവുന്നില്ല കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ. എല്ലാ നഗരങ്ങളിലുമുണ്ട് തുടരെ കുറ്റകൃത്യങ്ങളുടെയും നിഗൂഢതകളുടെയും കഥകൾ. ഇന്ന് കോഴിക്കോട് ഒരു കാര്യമുണ്ടായി. കോഴിക്കോട് അവിടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ ഒരു സംഘമാണ്. അവിടെ യുവാക്കൾക്ക് നേരെ 5 അംഗ സംഘം പാഞ്ഞെടുക്കുന്നു. ആ പാഞ്ഞെടുക്കുന്ന സംഘം ആക്രമണം നടത്തുകയാണ്. പകച്ചുപോയി യുവാക്കൾ. എന്തിനാണ് ആക്രമണം നേരിടുന്നത്, നടക്കുന്നത് എന്നത് അറിയാൻ കഴിയാതെ. ഇനി ആള് മാറി മർദ്ദിച്ചതാണോ എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സംശയം. എന്തൊക്കെയാണേലും നല്ലപോലെ മർദ്ദനമേറ്റു ആ യുവാക്കൾക്ക്. അതിന്റെ CCTV ദൃശ്യങ്ങൾ അത് പുറത്തു വരികയും ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് ചെറുവാടി റോഡിലെ
അൽ നൂർ എന്ന കുഴിമന്തി കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് യുവാക്കളെ ബൈക്കിലെത്തിയ 5 അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുന്നത്. ആ മർദ്ദനത്തിന്റെ അവിടെ കണ്ടുനിന്ന ആളുകളും ആ ദൃശ്യങ്ങൾ പകർത്തുകയുണ്ടായി. ദൃശ്യങ്ങൾ പലതരത്തിൽ CCTVക്കൊപ്പം തന്നെ മറ്റു ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഗുരുതരമായി യുവാക്കൾക്ക് കാലിനും തലയ്ക്കും അടക്കം പരിക്കേറ്റു. കാരശ്ശേരി നെല്ലിക്കാമ്പറമ്പ് സ്വദേശികൾക്കാണ് ഇത്തരത്തിൽ ആളുമാറി മർദ്ദനമേറ്റത് എന്നുള്ളതാണ്. എന്തിനാണ് മർദ്ദനം ഉണ്ടായത് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇതേ തുടർന്ന് യുവാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതിൽ ഒരു വ്യക്തത കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, തിരിച്ചിറങ്ങുമ്പോൾ 5-6 പേർ വന്ന് നമ്മളെ മർദ്ദിക്കുന്നു. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ആരാണ് എന്തിനാണെന്ന്? ഇതിനൊക്കെ ഇനി ആളുമാറി തല്ലിയതാണോ അതോ ആസൂത്രിതമാണോ എന്നൊക്കെ പോലീസ് തന്നെ കണ്ടെത്തട്ടെ. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. വീണ്ടും തിരുവനന്തപുരത്ത് ഈ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഡീസൽ മോഷണം പോകുന്ന ഒരു പതിവ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ നിർത്തിയിട്ടാൽ അതിൽ നിന്ന് ഡീസലും പെട്രോളും ഊറ്റിക്കൊണ്ടുപോവുക. അതിന് പിന്നിൽ ചില കാര്യങ്ങളും ഉണ്ടാകാം. എന്തിനായിരിക്കാം? ഒരുപക്ഷെ അത് കുറ്റകൃത്യം ചെയ്യാനായിരിക്കാം. പെട്രോൾ പമ്പിൽ പോയി ഇന്ധനം നിറയ്ക്കുന്നത് CCTV ദൃശ്യങ്ങളിലൂടെ ഒഴിവാക്കാനായിരിക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള പരാതികൾ ഉയർന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ ഉണ്ടായ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നെയ്യാറ്റിൻകരയിലാണ്. അവിടെ വെള്ളറടയിൽ 3 ലോറികളിൽ നിന്ന് ഡീസൽ കവർന്നു. അത് കുറച്ചൊന്നുമല്ല, ഏതാണ്ട് 200 ലിറ്ററിലധികം ഡീസൽ കവർന്നു എന്നാണ് പോലീസിനുള്ള പരാതി. വെള്ളറട ചാരൻകുഴിയിൽ പ്രവർത്തിക്കുന്ന ഡേവിഡിന്റെ ഉടമസ്ഥതയിലുള്ള ടയർ വർക്ക്ഷോപ്പിലും സമീപത്തെ യേശുദാസിന്റെ കടയിലുമാണ് ഇത്തരത്തിൽ മോഷണം നടക്കുന്നത്. ഡേവിഡിന്റെ സ്ഥാപനത്തിൽ നിർത്തിയിട്ടിരുന്ന 2 ലോറികളിൽ നിന്നാണ് 200 ലിറ്ററിലേറെ ഡീസൽ കവരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കട കുത്തി തുറന്ന് അകത്ത് കിടന്ന് ഡീസൽ മോഷ്ടിക്കുന്ന രീതി. എന്താണ് കാര്യം അല്ലേ? എന്താണെങ്കിലും 4000-ഓളം രൂപയും ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. ഡേവിഡ് പറയും ആദ്യം എന്താണ് സംഭവിച്ചത്. ഒരു വർഷത്തിനിടയ്ക്ക് 3ാമത്തെ പ്രാവശ്യമാണ് ഇത് സംഭവിക്കുന്നത്. എൻ്റെ കട കുത്തി തുറന്ന് പൂട്ടൊക്കെ പൊളിച്ച് ഇത് അതിൻ്റെ ക്യാമറ ഫുട്ടേജ് എടുത്തു. ഡീസൽ മോഷണം, 2-3 ലോറിയിലെ ഡീസൽ മോഷണം. ഇന്നലെ ഞാൻ 2 മണിക്ക് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ക്യാമറ ഓഫായി കിടന്നു. അപ്പോൾ 12 മണിക്ക് 10:30 മണിക്ക് ആളുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ടാണ് സംഭവം നടന്നത്. ഇതിന് 3 പ്രാവശ്യവും ഇതുപോലെ 10-200 ഡീസൽ പോയി. ഒരു 3 വണ്ടിയിലെ ഡീസൽ പോയി. ഇതിനു മുമ്പ് 3 പ്രാവശ്യം ആയി. ഇതിന് സമീപമാണ് യേശുദാസിന്റെ കട. ഈ യേശുദാസിന്റെ കാർ വർക്ക്ഷോപ്പാണത്. കാർ വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങൾ അത് തകർത്ത ശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന ഇന്നോവ കാറിന്റെ ബാറ്ററിയും 25 ലിറ്ററോളം എഞ്ചിൻ ഓയിലും അടിച്ചു മാറ്റിയത് ഈ മോഷണ സംഘാംഗങ്ങൾ. 4 മാസം മുമ്പ് യേശുദാസിന്റെ കടയിൽ 2 ബാറ്ററികളും വാഹനങ്ങളും അത് ഉയർത്താൻ ഉപയോഗിക്കുന്ന ജാക്കി ഉണ്ടല്ലോ, ആ ജാക്കിയൊക്കെ കവർന്നു പോയി എന്നുള്ള പരാതി ഉയർന്നിരുന്നു. യേശുദാസിനും പറയാനൊടിച്ചത്. ഞങ്ങൾ രാവിലെ ഒന്ന് തുറന്നപ്പോഴത്തേക്കാണ് ഒരു പൂട്ട് കുത്തി പൊളിച്ച് അകത്ത് കയറി വണ്ടിയിലെ ബാറ്ററി ഓയിലുകളൊക്കെ വാരി കൊണ്ട് പോയിട്ട് നമ്മളെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക. പൈസ എന്താ തപ്പിയതായിരിക്കും. എല്ലാം വലിച്ചു പൊളിച്ചിട്ട് ഇതുപോലെ നേരത്തെ ആയിട്ടുണ്ട്. നേരത്തെ ഇത് 2-3 വർഷം വരും. അപ്പോഴും ഇതുപോലെ നമ്മൾ പരാതി കൊടുത്തതാണ്. പോലീസ് വന്ന് ഇവിടെ നോക്കിയിട്ട് പോകും. പിന്നെ ഇതുവരെ ആരെ പിടിച്ചതായിട്ട് ചരിത്രം നമുക്ക് കാണാനില്ല ഇവിടെ അടുത്തുകൂടെ. നമുക്ക് എൻ്റെ സംശയം ഈ പരിസരത്തുള്ള ഈ വെള്ളമടി ടീമുകളാണോ എന്നുള്ളതാണ് സംശയം. അവരെ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മോട്ടിച്ചെടുത്തിട്ട് പോകും. ആളെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ച കാരണം ക്യാമറ വെച്ചു. അപ്പോൾ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ ക്യാമറയുടെ ഇൻവെർട്ടർ കംപ്ലീറ്റ് സാധനം ക്യാമറ അടക്കമാണ് എടുത്തിട്ട് പോയിട്ടുണ്ടായത്.
നിഗൂഢതകളുടെ ഈ 20-ാം മണിക്കൂറിൽ പറയാൻ കഥകൾ ഏറെയും ബാക്കിയാണ്. ഇനിയുമുണ്ട്. വീണ്ടും 20th അവർ നാളെ രാത്രി 8 മണിക്ക് നിഗൂഢതകളുടെ ബാക്കി കഥകളുമായി.